ഇടിയോ കൊള്ളിയാനോ വെട്ടിയാൽ ആ ചിലപ്പോൾ പാതി കൊണ്ട് നിർത്തിപ്പോലും ചിലപ്പോൾ അങ്ങ് ടോപ്പിൽ ചെല്ലും. എൻ്റെ പൊന്നും, എൻ്റെ ഓക്സിജൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു വരുന്നൊരു ഫീൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. എനിക്കങ്ങനെ ക്യാമറയിൽ നോക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ സേഫ്റ്റി കൂടെ നോക്കട്ടെ. നോക്കിക്കേ, ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഹയ്യേ എന്ന് തോന്നും. ആ കാണുന്നത് വാഗമൺ സൈഡാണ്. ഈ ലോകം മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം. അതുവഴി ഒരു വഴിയുണ്ട്, ഇത് വഴി ഒരു വഴിയുണ്ട്. ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കുരിശ്. സ്വന്തം റിസ്ക് കയറുക, വേറെ ഒന്നും പറയാനില്ല. ഇതാ ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. ഞാൻ ഈ വന്ന വഴിയേ ഇതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ശ്വാസം മുട്ടലൊന്നും ഉള്ളൊരു വരില്ല കേട്ടോ, പണി കിട്ടും, നല്ല പണി കിട്ടും. ടാസ്ക് പരിപാടി കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലല്ല, അപ്പം കിട്ടും. എൻ്റെ പൊന്നടാവേ, അവസാനം നമ്മൾ വന്നടാവേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പണ്ട് ഫ്രണ്ട് സൈഡിൽ പോയി കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഡയലോഗ് ഇട്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടോപ്പിൽ കയറുമെന്ന്. പക്ഷേങ്കിൽ ആ ഒരു ഇതിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ വന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പം ഡും 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 ഇടിക്കാൻ തുടങ്ങി. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ഇതുവരെ ചെയ്ത മലകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പോയിട്ടുണ്ടല്ലോ, അതുപോലൊന്നുമല്ല. ഇത് കുറച്ച് ഒരു അഡ്വഞ്ചർ പരിപാടിയാണ്. അപ്പം എന്താണേലും ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങ് ടോപ്പിൽ ചെല്ലുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യാം. അപ്പം ചിലപ്പോൾ പാതി കൊണ്ട് നിർത്തിപ്പോലും ചിലപ്പോൾ അങ്ങ് ടോപ്പിൽ ചെല്ലും. ഇതാണ് എൻ്റെ ഒരു പ്ലാനിങ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഈ രീതിയിൽ ഇതിൻ്റെ ഈ ഹെയർ പിൻ വളവുകളില്ലേ, അത് നൈസാവട്ടെ. നമ്മൾ കൂടുതലും ഈ പറയുന്ന ഡ്രോൺ പറത്തിയുള്ള വ്യൂസും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു ലോങ് വീഡിയോ, അതായത് ഫുള്ള് കയറിപ്പോകുന്നൊരു വീഡിയോ ഒരു അഡ്വഞ്ചർ തന്നെയാണ്. അപ്പം നമുക്ക് അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മാക്സിമം നോക്കുന്നത്. ഇതുണ്ടോ, ഇതൊക്കെ നല്ലൊരു ചെരുവിലാണ് വണ്ടിയൊക്കെ കൊണ്ടിട്ടിരിക്കുന്നത്. അത്രയും ഒരു കെയർഫുള്ളായിട്ടൊക്കെ കൊണ്ടിട്ടേക്കുന്നത് എല്ലാവരും. അപ്പം അതിൻ്റെ മേളിലാണ് കയറേണ്ടത്. കാണുമ്പം ഗും ഇടിയാൻ തുടങ്ങി. നമുക്ക് മുന്നോട്ട് പോവാം. എങ്ങനെയാവും എന്താവും, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ വഴിയാണ് പോയി തുടങ്ങുന്നത്. ഇച്ചിരി അഡ്വഞ്ചറാണ് കേട്ടോ. എനിക്ക് മുമ്പ് ഒരു കുറച്ച് ടീം കയറി പോയിട്ടുണ്ട്. അപ്പോൾ അമ്മാരൊപ്പം പിടിക്കാനൊന്നും ഞാൻ മത്സരിക്കുന്നില്ല, സാവധാനം കയറി പോകുന്നേ ഉള്ളൂ. ഒരു വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടേ, ഇല്ലെങ്കിൽ പണി പാളും. കാരണം ഞാൻ പലയിടത്തും പോയിട്ട് പെട്ടുപോയിട്ടുള്ള. ഇത് ഫുള്ള് പോതയാണ്. അത് മറ്റേ കൂട്ട് പുല്ലല്ല, ഇത് പക്ക പോതപ്പുല്ല. ഇത് ഒമ്മൊരു സോ വെരി ഫാസ്റ്റ്, പടകന്ന് കയറിപ്പോയി കേട്ടോ. എൻ്റെ അമ്മോ, ഇതുണ്ടോ, ഇതാണ് വഴി. തുടങ്ങിയിടേ ഉള്ളൂ. അപ്പോൾ തുടക്കം തന്നെ ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. മുന്നോട്ട് തന്നെ ഇവിടെ കയറി നമ്മൾ എത്രത്തോളം ഈസി ആയിട്ട് പോകാൻ പറ്റുമോ അങ്ങനെ പോകാനാണ് നോക്കുന്നത്. പാമ്പ് എഴുതാനൊന്നും കടിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. അമ്മേ, അപ്പോൾ നമ്മൾ ആ ടീമിനെ കണ്ടു. അയ്യോ, ഇവിടുന്ന് തന്നെയുള്ള വ്യൂ നൈസാ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? ഉദ്ദേശിച്ച പോലല്ല, ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അമ്മമാരും കൂടിയാണ് പോകുന്നത്. അമ്മമാർ ഒപ്പം പിടിക്കാനാണ് ഞാനും നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു 25% നടന്നു വന്ന് ഒരു പാറയുടെ മേളിൽ വന്ന് ഇരിക്കുകയാണ്. ഇത്രയും വന്നപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു 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 അസ്വസ്ഥത, അതായത് ശ്വാസം മുട്ടുന്നൊരു ഫീല്. അതായത് നമുക്ക് എന്നാ പറയുന്നത്, ഓക്സിജൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു വരുന്നൊരു ഫീല് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവും.
ഇവിടെയൊക്കെ കയറി വരിക എന്ന് പറയുന്നത് സ്വന്തം റിസ്ക് കയറുക എന്നുള്ളതേ ഉള്ളൂ. വേറെ ഒരു ഇതുമില്ല. ഒരു എന്താ പറയുന്നത്, ഒരു ആരെയും വിളിച്ച് ഒന്ന് സഹായിക്കാൻ പോലും ഒരു ഇതില്ല. അതായത് പെട്ടെന്ന് നമ്മളെ ഒന്ന് താഴെ എത്തിക്കണേ തന്നെ പെട്ടുപോകും. അതായത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ ഇതിൻ്റെ മേളിൽ കയറുക. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എനിക്ക് തോന്നി, ഞാൻ മടുത്തു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു. ഇതാ അമ്മമാർ കണ്ടോ ആ പോന്നേ താഴെ. ഇത് അമ്മമാരെ എൻ്റെ കൂടെ കയറി പുറകെ കയറി വന്നതാണ്. ഇത്രയും വന്നപ്പോൾ തന്നെ അമ്മമാർ മടുത്തു. അപ്പം ഈ മല ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ ഓർത്തില്ല ഇത്ര ഉള്ളത്, ഇതൊന്നും അല്ല മല. അതിൻ്റെ മേളിലൊരു കുത്ത് കയറ്റമുണ്ട്. അപ്പം അത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പം മേളിൽ ചെല്ലാൻ ഞാൻ ഒന്ന് ശ്രമിക്കുകയാണ്. ചിലപ്പം ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ ഞാൻ തിരിച്ചു പോരും, കാരണം മടുപ്പായി. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെ ഈ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് മനസ്സങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെക്കുവാണ്. ഇത് കാണുമ്പോൾ നിങ്ങളോർക്കും അയ്യേ എന്ന് തോന്നും. പക്ഷേങ്കിൽ ഇവിടെ വന്ന് അതിൻ്റെ മേളിൽ കയറിയവർക്കേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഈ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പക്ഷേ അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ട് അവരത് ചെയ്തേക്കുന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം വെച്ചാൽ നല്ലൊരു അഡ്വഞ്ചറായിട്ടുള്ളൊരു പരിപാടിയാണ്. കണ്ടോ, ഒരു പൊട്ടുപോലെ കണ്ടോ, അതിൻ്റെ മേളിലാണ് ചെല്ലേണ്ടത്. അപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി അടുക്കാറായി എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ മേളിൽ ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. എൻ്റെ അമ്മ. അപ്പം മുന്നോട്ട് ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ, നല്ല കയറ്റമാണ്. കയറ്റം നല്ല മലയാണ്. ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പകുതി എന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഏകദേശം പകുതി എത്തിയപ്പോൾ കണ്ടത്. അതുവഴി ഒരു വഴിയുണ്ട്, ഇതുവഴി ഒരു വഴിയുണ്ട്. അപ്പോൾ ഏത് വഴിയാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇതൊരു വഴിയുണ്ട്, ഇതുവഴി പോയി നോക്കാം. അപ്പുറത്തെ സൈഡിൽ കൂടെ കുറച്ച് പേര് പോയിട്ടുണ്ടേ. അപ്പം ഇതുവഴി വഴിയുണ്ട്. ഇത് കുത്തുകയറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തെറ്റിപ്പോയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്നാലും കയറുക. എന്താണെങ്കിലും ഇവിടെ വരെ വന്നില്ലേ. അയ്യോ എൻ്റെ പൊന്നോ, എൻ്റെ അമ്മോ. ഞാനിത് കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ ഏകദേശം 60 ഡിഗ്രിയൊക്കെ ഉള്ള ചെരുവ് 90 ഡിഗ്രിയൊക്കെ ആയിട്ട് പറഞ്ഞായിരുന്നു. ഇതിപ്പം വന്ന് ആ ഒരു ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആണോ, കുറച്ച് പേര് അവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ റിസ്ക് എടുത്താൽ കയറുന്നേ. വീണാൽ പോലും ആരും എടുക്കാനില്ല. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം റിസ്ക് കയറുക, വേറെ ഒന്നും പറയാനില്ല. വഴി തീർന്നോ? ഇല്ല. എൻ്റെ അമ്മ, നമ്മളവിടെ നിന്നാണ് വന്നേ. ഈ കൊടുമല കയറണം. ഇതുവഴി ഒരു വഴിയുണ്ട്, ഇതുവഴി ഒരു വഴിയുണ്ട്. വഴി അറിയില്ല, പോവാം. നൈസൊരു ക്ലൈമറ്റാണ് കേട്ടോ. അതായത് എല്ലാം നല്ല കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ. ഇതുണ്ടോ, ഒരു ടീം അവിടെ വന്നിരിപ്പുണ്ട്, എൻ്റെ പുറകെയുള്ള. അപ്പം നമുക്ക് ഇതുവഴി തന്നെ പോവാം. സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. വഴി വെട്ടി വന്നവനാ. സത്യത്തിൽ ഞാൻ ഈ വന്ന വഴിയേ ഇതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. അപ്പുറത്തോടെ പോയാൽ ചുറ്റാണ്. പക്ഷേങ്കിൽ എളുപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വഞ്ചറാണെന്ന് മാത്രം. കുറച്ച് റിസ്ക് ഉണ്ട്. അത്
കണ്ടുകൊണ്ട് മാത്രം ഇതുവഴി വരിക. അപ്പുറത്തുകൂടെ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട, സേഫായിട്ട് വരാം. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ വന്നതാണ്. വഴി തീർന്നു. ഇതുവഴിയാണ് കയറിപ്പോയത്, ഇതുവഴി പോകല്ലേ, അങ്ങോട്ടേ ഉള്ളൂ. നമ്മൾ ഇതുവഴി കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി. ഇങ്ങനത്തെ മണ്ടത്തരം എനിക്ക് കാണിച്ചേക്കല്ലേ. താഴേന്നേ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു വഴി, ആ വഴി തന്നെ കയറി വരണം. അങ്ങനെ പോയി അങ്ങനെ നമ്മൾ പറഞ്ഞ ആദ്യത്തേന്ന് സ്പ്ലിറ്റ് ആകുന്ന വഴിയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുന്നേ പോയൊരു അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പതുക്കെ സാവധാനത്തിൽ നമ്മളും വന്നു. കണ്ടോ പോലെ കയറിപ്പോകുന്നത് എങ്ങനെയാണ്? ഈ കുത്ത് ഒറ്റയ്ക്കുള്ളടാ, ഒറ്റയടി കയറിപ്പോയാൽ മടുത്തൂപ്പാട് തീരും. ഇതാണ് പാറ. ഏകദേശം ടോപ്പ് എത്തിയില്ല, ആ ഒരു രീതിയിലായി. പിന്നെ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു കമ്പിയില്ലേ, അതുകൊണ്ടോ പിടിച്ച് കയറിപ്പോകുന്ന കമ്പി, അവിടെ വന്നു അമ്മമാർ കയറിപ്പോകുന്നുള്ളൂ. ഇച്ചിരി റിസ്ക്കാണ്, അമ്മമാർ കയറിപ്പോകുന്നുള്ളൂ. ഒരു മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നു. ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇടി വെട്ടോ വല്ലതും ചെയ്താൽ സമയം മോശമാണെങ്കിൽ നേരെ നമുക്കിട്ട് തന്നെ ഇടി ചിലപ്പോൾ അടിച്ചെന്നിരിക്കും. അതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് മറ്റേ ആ ഒരു കമ്പി. വെരി റിസ്കബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക്. അയ്യോ, എൻ്റെ പുറകെ വന്ന് ആ ടീം തിരിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവർ ഫാമിലിയാണ്, തിരിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് കയറി റിസ്കിൽ ഇവിടെ വന്നു. ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ടാണ് പോകണ്ടേ, കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നമ്മളത് ആ കുരിശവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നരകപാലം എന്ന് പറയുന്ന സ്ഥലം, അതാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. റിസ്ക്കാണ്, ഇതുവരെയും റിസ്ക് തന്നെ എടുത്താൽ വന്നേ. അതുകൊണ്ട് ഇതുപോലെ തന്നെ സേഫ്റ്റി വേലികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോവാം. ഇതിൻ്റെ മുകളിലാണ് നമ്മളാ പാറ. ഇതാ ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പിൽ. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയരത്തിലാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണേലും റിസ്ക് എടുത്തതിന് മേളിൽ കയറി. ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരു കുരിശോടുണ്ട്, നമുക്ക് അവിടെ പോവാം. അപ്പം എൻ്റെ തിരിച്ചു പോയോ? കേറി വാ. ആ അപ്പോൾ അവരെൻ്റെ കൂടെ വന്നവരാ, അവർ തിരിച്ചു പോയി, അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ കയറിയ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താണേലും ഇതൊരു നൈസ് അഡ്വഞ്ചറാണ്, ഒന്നും പറയാനല്ല, കിട്ടും. അപ്പം റിസ്ക് എടുത്ത് മാത്രം വരിക, ഒരു കുപ്പി വെള്ളം കൈ കരുതിക്കണം, അല്ലെ പണി പാളും. അപ്പോൾ എന്താണേലും സൂപ്പർ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് വാഗമൺ സൈഡാണ്. ഈ ലോകം മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം. അവിടെയൊക്കെ ആൾക്കാർ വന്നിരിപ്പുണ്ട്, അവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ കുരിശിന് അങ്ങോട്ടൊന്ന് പോവാം. അപ്പം കിട്ടും. അപ്പം വന്ന് കയറുക, ചെറിയ റിസ്ക്കൊക്കെ എടുത്ത് വന്ന് കയറുക, കൊള്ളാം. സ്റ്റാമിനയും ശ്വാസം മുട്ടലൊന്നും ഉള്ളൊരു വരില്ല കേട്ടോ, പണി കിട്ടും, നല്ല പണി കിട്ടും. അപ്പം ഞാൻ വിശ്രമിച്ച് ഇരുന്ന് അങ്ങനെ വന്നേ. അപ്പം നമുക്ക് അസ്വസ്ഥതയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിറങ്ങിക്കോണം, പിന്നെ കയറാൻ നിൽക്കല്ലോ. അപ്പം ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ്. നമ്മൾ പണ്ട് പറഞ്ഞൊരു ചെറിയൊരു ഡയലോഗ്, അവിടെ നമ്മൾ വരും, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിവിടെ കയറുമെന്ന് പറഞ്ഞു. നമ്മളിത് അവിടെ വന്നു. അപ്പോൾ നമുക്കിനി ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്പുറത്ത് നിന്ന് പോയി കാണാം. ഒരു ടീം ഇവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ബാ ബ്രോ, അങ്ങോട്ടാണോ? ബാ, അത് നമ്മുടെ കുരിശ്.
അപ്പോൾ നമുക്ക് കുരിശിൻ്റെ അടുത്തോട്ട് പോവാം. ഇത് വന്നതുപോലെ തന്നെ വഴി തന്നെ തോന്നുന്നു കേട്ടോ, അല്ലേ? കുറച്ച് അഡ്വഞ്ചറാ. നമ്മൾ വന്ന വഴി, ഇനി പോകേണ്ട വഴി. എൻ്റെ പൊന്നടാവേ, അവസാനം നമ്മൾ വന്നടാവേ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കുരിശ്. അപ്പം നമ്മൾ അങ്ങനെ എത്തി. എൻ്റെ അമ്മോ, അങ്ങനെ നമ്മൾ വന്നു. ഇതാണ് ഇല്ലിക്കക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കുരിശ്. അപ്പം ഈ കുരിശ് ആരും അങ്ങനെ മറക്കത്തില്ല. എങ്ങനെയുണ്ട്? മടുത്തു, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഉണ്ടോ, നമ്മൾ പണ്ട് പോയത് അവിടെയാണ്. അത് ഇല്ലിക്കക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്, നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബാക്ക്. അവിടെ കുറേ ടീംസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വന്നു. അപ്പം അതിൽ നരകവാലം എന്ന് പറഞ്ഞ് ആ കാണുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കവർ ചെയ്യണമെന്നുണ്ട്. പോകാമല്ലേ അങ്ങോട്ടല്ലേ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ്, കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് ഹില്ല് ഇല്ലിക്കക്കല്ല്. ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ്. അതിലിപ്പം ഫ്രണ്ട് സൈഡിനേക്കാളും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്ക് സൈഡ് കൊള്ളാം, ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നരകപാലം കാണാൻ പോവാണ്. മഴയും ഇടിയൊന്നും വെട്ടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കട്ടെ, പോകാൻ പറ്റുമെങ്കിലേ പോവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോരും. റിസ്ക് പരിപാടിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അയ്യോ, എൻ്റെ പൊന്നു, എന്നെ കുഴിയാ. അപ്പോൾ അതാണ് സ്ഥലം. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. അങ്ങോട്ട് പോവാം. ഇത് ടാസ്ക് പരിപാടി കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച പോലല്ല. എൻ്റെ അമ്മൂജി, സൂക്ഷിച്ച് പോണോ. രണ്ട് സൈഡിലും കൊക്കയാണ്, അന്യായ കൊക്ക. ഈ സൈഡിലും ഈ സൈഡിലും. അപ്പം വെരി റിസ്കബിൾ ഏരിയ, പറയാതെ വയ്യ. എൻ്റെ അമ്മോ, എൻ്റെ പൊന്നു, എൻ്റെ ദൈവമേ. എനിക്കങ്ങനെ ക്യാമറയിൽ നോക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കട്ടെ. നോക്കിക്കേ എന്തോ വന്ന്. എൻ്റെ പൊന്നു, ഈ സൈഡ് നോക്കി. അയ്യോ, ഇത് അന്യായ റിസ്ക്കാണ് കേട്ടോ. ഇവിടെ വരിക എന്ന് പറയുന്നത് റിസ്ക് എടുത്ത് മാത്രമേ വരാവുള്ളൂ, അല്ലാതെ ഇങ്ങോട്ട് വരികയും ചെയ്യില്ല. കുത്തുകയറ്റമാണ്, ഇച്ചിരി സ്പീഡിൽ കയറുകയാണ്. കാരണം മഴ പെയ്യുന്നതല്ല പ്രശ്നം, ഇടി വെട്ടുമ്പോഴാണ് പ്രശ്നം. അതാണ് പേടിക്കേണ്ടത്. മഴ പിന്നെ കുഴപ്പമില്ല, ഇടിയാണ്. കണ്ടോ, കൊള്ളാം. അയ്യോ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് വന്നു. ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡ്. അവന്മാരവിടെ എത്തി. എൻ്റെ പൊന്നു, അയ്യോ, എന്തോ ഇത് ഒന്നും കിട്ടു. അപ്പോൾ ഇതുവഴി ഇറങ്ങി പോകുന്നമാർ ഉണ്ട്. ഇത് പറ്റില്ല, അത് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അത് എന്താ പറയുന്നത്, തീരുമാനമാകുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചു. എൻ്റെ പൊന്നോ, ഇതാ അവന്മാർ ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. അതെ, അവന്മാർ ഇറങ്ങിപ്പോവാ, കണ്ടില്ലേ? നമ്മളതാ അവിടെ നിന്നേ. എൻ്റെ അമ്മോ. അപ്പോൾ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അത് വാഗമൺ. നൈസ്, കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.
എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഇടിയോ കൊള്ളിയാനോ കിട്ടിയാൽ